സാബി അലോൺസോയും റയൽ മാഡ്രിഡ് പ്ലേയേഴ്സും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്, ഒരു 3 കാര്യങ്ങളാക്കാം അല്ലേ. 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത്. സോ ഇപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാണ്. ഒന്നാമത്തെ കാര്യം, സാബി വന്നിട്ടേ ഉള്ളൂ. ആൻഡ് സാബിയുടെ സിസ്റ്റത്തിന് പറ്റുന്ന പ്ലേയേഴ്സ് ആണോ എല്ലാവരും എന്നുള്ള ചോദ്യം നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ശരിവെക്കുന്നതാണ് ചില മത്സരങ്ങളിൽ നമുക്ക് നല്ല എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റിയത്. ആൻഡ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് എവിടെയൊക്കെയോ കോച്ചിൻ്റെ ടാക്ടിക്സും പ്ലേയേഴ്സും തമ്മിൽ എവിടെ ഒരു സിങ്കില്ലാത്ത, അല്ലെങ്കിൽ പ്ലേയേഴ്സിന് എന്തോ ഒരു താല്പര്യമില്ലാത്തതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അത് മത്സരത്തിന്റെ പല സമയങ്ങളിലും നമുക്ക് എവിഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയറും സാബി അലോൺസോയും തമ്മിലുള്ള ആ ഒരു ലിങ്കോളിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഒട്ടും അത്ര നല്ലതിലല്ല പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പ്രശ്നമുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം സാലറിയുടെ കേസിലും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി വിനിക്ക് അത്ര വലിയ താല്പര്യമില്ലാതെ നിൽക്കുകയാണ് എന്നുള്ളൊരു സാധനവും പറയുന്നുണ്ട്. തേർഡ്, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബ് ആരുടെ കൂടെ നിൽക്കും? പ്ലേയേഴ്സിൻ്റെ കൂടെ നിൽക്കുമോ അതോ കോച്ചിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളതും ഒരു കാര്യമാണ്. സോ ടെക്നിക്കലി ഇതിപ്പോൾ ഒരു ചീഞ്ഞ നാറൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം അത് ശരിവെക്കുന്നത് പോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ തന്നെ കുറേ ഒഫീഷ്യൽ പേജുകളല്ല ഫാൻ പേജുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു യെസ്, എവിടേക്കോ ആ കാര്യങ്ങൾ ശരിയാണെന്ന്. എന്തായാലും ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് താത്വിക അവലോകനമാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അതായത് റയൽ മാഡ്രിഡിൻ്റെ ഫാൻസ് തന്നെ കമൻറ്റ് ചെയ്യുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇപ്പോൾ ഈ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാബി അലോൺസോ പ്ലേയേഴ്സ് തമ്മിലുള്ള പ്രശ്നമുണ്ട് എന്ന് പറയപ്പെടുന്ന സംഭവത്തെക്കുറിച്ച്?